കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇന്ന് 2024 ഏപ്രിൽ 2 ചൊവ്വാഴ്ച. ഞാൻ പി.ടി. നാസർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിൽ അടച്ചതും കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിൻ്റെ പരാതി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടതുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആ വാർത്തകൾ മാധ്യമത്തിൽ നിന്ന് വായിക്കാം. കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മാറും മുമ്പ് ഭാര്യ സുനിത, ആപ്പ് മന്ത്രിമാരായ ആദിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത് 2 ആഴ്ചത്തേക്ക് ജയിലിലേക്ക് അയച്ചു. തീഹാർ ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഭാര്യ സുനിത കെജ്രിവാൾ ഡൽഹി മന്ത്രിമാരും ആം ആദ്മി പാർട്ടി നേതാക്കളുമായ ആദിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹി റൌസ് അവന്യൂ കോടതി അനുമതി നൽകി. ചോദ്യം ചെയ്യലിന് 2 തവണ ED കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത കെജ്രിവാളിനെ തിങ്കളാഴ്ച വീണ്ടും ഹാജരാക്കിയപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാൻ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ആവശ്യപ്പെടുകയായിരുന്നു. പ്രത്യേക CBI ജഡ്ജ് കാവേരി ബവേജ ഇത് അംഗീകരിച്ച് ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിലായ കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്ത്യ സഖ്യം ഡൽഹി രാംലീല മൈതാനിയിൽ മഹാറാലി നടത്തിയതിന് പിറ്റേ ദിവസമാണ് അദ്ദേഹം തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. ED ലോക്കപ്പിൽ നിന്ന് ഡൽഹി ഭരണം നടത്തിയ കെജ്രിവാളിൻ്റെ അടുത്ത രണ്ടാഴ്ചത്തെ നീക്കം എന്തായിരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കെജ്രിവാളിന് മരുന്നും പ്രത്യേക ആഹാര രീതിയും ഉണ്ടെന്നും അവ ലഭ്യമാക്കണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. വായിക്കാൻ രാമായണവും ഭഗവത്ഗീതയും ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന നീരജ് ചൗധരിയുടെ പുസ്തകവും നൽകണമെന്നും അപേക്ഷിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21 അറസ്റ്റിലായ കെജ്രിവാളിനെ 22 6 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. പ്രത്യേക കോടതി പിന്നീട് 4 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടി. തിങ്കളാഴ്ച ഹാജരാക്കിയപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ചോദിച്ചില്ല. ഭാവിയിൽ ആവശ്യം വന്നേക്കാമെന്ന് കോടതിയെ അറിയിച്ചു. അന്വേഷണത്തോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നും ഒഴിഞ്ഞുമാറുന്ന ഉത്തരങ്ങൾ നൽകുകയാണെന്നും ED കുറ്റപ്പെടുത്തി. മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കൾ നൽകിയ മൊഴികൾക്ക് വിരുദ്ധമാണ് കെജ്രിവാളിൻ്റേതെന്നും വ്യാജ തെളിവുകൾ നൽകി ആശയക്കുഴപ്പമുണ്ടാക്കുകയാണെന്നും ED അഭിഭാഷകർ ആരോപിച്ചു. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായി പിന്നീട് മാപ്പുസാക്ഷിയായി മാറിയ ആം ആദ്മി പാർട്ടി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ തനിക്കല്ല റിപ്പോർട്ട് ചെയ്തിരുന്നതെന്നും ആദിഷിക്കും സൗരഭ് ഭരദ്വാജിനുമാണെന്നും കെജ്രിവാൾ പറഞ്ഞതായി ED ബോധിപ്പിച്ചു. അറസ്റ്റിനെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഈ മാസം 3 വാദം കേൾക്കും. മാസം 3 എന്നാൽ നാളെയാണ്. കാത്തിരിക്കാം. കടമെടുപ്പിൽ കേരളത്തിന് ഇടക്കാലാശ്വാസമില്ല. കേസ് ഭരണഘടനാ ബെഞ്ചിന്. 10,000 കോടിയുടെ കടമെടുപ്പെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യം തള്ളി. ന്യൂഡൽഹി കടമെടുപ്പിൽ ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുള്ള കേരളത്തിൻ്റെ അപേക്ഷ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് തള്ളി. കഴിഞ്ഞ മാർച്ച് 31 മുൻപ് 24,000 കോടി കടമെടുക്കാൻ അർഹതയുള്ള കേരളത്തിന് 10,000 കോടിയുടെ കടമെടുപ്പെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യമാണ് തള്ളിയത്. അതേസമയം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിർണ്ണയിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനം സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഒരു സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് അവകാശം സംബന്ധിച്ച് ഭരണഘടനയുടെ 145(3) പ്രകാരം 5 അംഗ ബെഞ്ച് തീർപ്പ് കൽപ്പിക്കുന്നതോടെ കേരളത്തിൻ്റെ ഹർജി വിവിധ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലെ നാഴികക്കല്ലാകും. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് കേരളത്തിന് മതിയായ ഇടക്കാല ആശ്വാസം ലഭിച്ചതാണെന്നും പ്രഥമ ദൃഷ്ട്യാ കേന്ദ്രത്തിൻ്റെ വാദത്തിനൊപ്പമാണ് തങ്ങളെന്നും വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. കേരളത്തിൻ്റെ മുഖ്യ കടമെടുപ്പ് ഹർജി ഭരണഘടനയുടെ 131, 293, 293(3) എന്നീ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണെന്ന് സുപ്രീം കോടതി തുടർന്നു. 293 അനുച്ഛേദവുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഹർജി ഇത്തരത്തിൽ ആദ്യത്തേതായതിനാൽ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണെന്ന് കോടതി കൂട്ടിച്ചേർത്തു. അതേസമയം 10,000 കോടിയുടെ ഇടക്കാല ആശ്വാസത്തിനുള്ള കേരളത്തിൻ്റെ അപേക്ഷ കൂടി അംഗീകരിക്കുന്നത് തുല്യതയാവില്ലെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി.
നേരത്തെ കേരളത്തിനുള്ള തുക അനുവദിക്കാൻ കേസ് പിൻവലിക്കണമെന്ന കേന്ദ്ര ഉപാധി സുപ്രീം കോടതി ഇല്ലാതെയാക്കിയതും കോടതി ഓർമ്മിപ്പിച്ചു. ഒരു സംസ്ഥാനം കടമെടുപ്പ് പരിധിയോ അധിക കടമെടുപ്പ് പരിധിയോ പൂർണ്ണമായി ഉപയോഗിച്ചില്ലെങ്കിൽ 2025 വരെയുള്ള 4 വർഷത്തിനുള്ളിൽ അതുകൂടി എടുക്കാമെന്ന ധനകമ്മീഷൻ നിലപാടാണ് കേരളം ഇടക്കാലാശ്വാസത്തിന് ആധാരമാക്കിയത്. ഇതുപ്രകാരം 24,000 കോടി അർഹതപ്പെട്ട കേരളം ഇപ്പോൾ 10,000 കോടി മാത്രമാണ് ചോദിക്കുന്നതെന്നും കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വാദം അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കി. കേരളത്തിൻ്റെ കടമെടുപ്പ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടെന്നും അതിനുള്ള അധികാരം അവർക്കില്ലെന്നും സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് നിർണ്ണയിക്കേണ്ടത് ധനകമ്മീഷനാണെന്നും സിബൽ ബോധിപ്പിച്ചിരുന്നു. 15ാം ധനകമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് 10,000 കോടിയുടെ കടമെടുപ്പിന് കേരളം അനുമതി തേടിയത്. എന്നാൽ ഈ വാദം ചോദ്യം ചെയ്ത കേന്ദ്രം പരിധിക്കപ്പുറം കടമെടുത്തതിൻ്റെ ചരിത്രമുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സൂചികകൾ വളരെ ദുർബലമാണെന്ന എതിർവാദം ഉന്നയിച്ചു. ഇതിനിടയിൽ ഒരു രാജി ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലിൽ പ്രതിഷേധിച്ചുള്ള രാജി. സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ചു. മാധ്യമത്തിൽ ആ വാർത്ത ന്യൂഡൽഹിയിൽ നിന്നാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇടപെടലിൽ പ്രതിഷേധിച്ച് പ്രമുഖ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ചു. അക്കാദമി ഫെസ്റ്റിവൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘവാൾ ഉദ്ഘാടനം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. സാഹിത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കേന്ദ്രമന്ത്രി അക്കാദമി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നതിൽ പ്രതിഷേധമറിയിക്കുന്നുവെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മറികടന്ന് സ്വയംഭരണാവകാശം നിലനിർത്തുന്ന സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായാണിത് സംഭവിക്കുന്നതെന്നും അക്കാദമി സെക്രട്ടറി ശ്രീനിവാസ റാവുവിന് അയച്ച രാജിക്കത്തിൽ സി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം സഹമന്ത്രിയും ഒരു ഉദ്യോഗസ്ഥനും അക്കാദമി ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിൽ അംഗങ്ങളെല്ലാവരും പ്രതിഷേധിച്ചപ്പോൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയതും കത്തിൽ ചൂണ്ടിക്കാട്ടി. അക്കാദമിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. അക്കാദമിയുടെ ഭരണഘടന പോലും തിരുത്തി എഴുതാനാണ് ശ്രമിക്കുന്നത്. ജനാധിപത്യപരമായ സ്വയംഭരണാവകാശമുള്ള ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഒന്നായ അക്കാദമി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് നിശബ്ദമായി നോക്കിയിരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടി. 2022 സി രാധാകൃഷ്ണൻ അക്കാദമി വിശിഷ്ടാംഗത്വം സമ്മാനിച്ചത്. സി രാധാകൃഷ്ണൻ്റെ രാജി തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് സാഹിത്യ അക്കാദമിയുടെ വിശദീകരണം. അക്കാദമി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എഴുത്തുകാരനാണെന്നും അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് സി രാധാകൃഷ്ണൻ്റെ പ്രസ്താവന തെറ്റാണെന്നും രാഷ്ട്രീയ ഭേദമന്യേ ഇതിനു മുമ്പ് അക്കാദമി പരിപാടികളിൽ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ടെന്നും അക്കാദമി സെക്രട്ടറി ശ്രീനിവാസ റാവു പറഞ്ഞു. രാജസ്ഥാനി ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടി നിരവധി പരിപാടികളിൽ സജീവമായി പങ്കെടുത്ത ആളാണ് മന്ത്രി. ഹിന്ദിയിലടക്കം നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ടെന്നും ശ്രീനിവാസ റാവു വ്യക്തമാക്കി. അതങ്ങനെ. അതിനിടയിൽ അരുണാചലിലെ 30 സ്ഥലങ്ങളുടെ പേര് മാറ്റി ചൈന എന്നൊരു വാർത്തയുമുണ്ട്. ന്യൂഡൽഹി. അരുണാചൽ പ്രദേശിന് മേലുള്ള അവകാശവാദം അരക്കിട്ടുറപ്പിക്കും വിധം നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ 30ഓളം സ്ഥലങ്ങളുടെ പേര് മാറ്റി ചൈന. 4ാം തവണയാണ് സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകി ചൈനീസ് സിവിൽ കാര്യ മന്ത്രാലയം പട്ടിക പുറത്തുവിടുന്നത്. 2017, 2021, 2023 വർഷങ്ങളിലാണ് ഇതിനു മുൻപ് പേരുമാറ്റം നടത്തിയത്. 11 താമസ കേന്ദ്രങ്ങൾ, 12 പർവ്വതങ്ങൾ, 4 നദികൾ, ഒരു തടാകം, ചുരം എന്നിവയുടെ പേരാണ് മാറ്റിയത്. പേരുമാറ്റിയ സ്ഥലങ്ങളുടെ ഭൂപടവും പുറത്തുവിട്ടു. സേല തുരങ്കപാതയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ അരുണാചലിൽ എത്തിയതാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. ഒടുങ്ങാത്ത അങ്കക്കലി. പത്തനംതിട്ടയിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പത്തനംതിട്ടയിൽ നിന്നാണ് വാർത്ത. കൃഷി നശിപ്പിച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കർഷകൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഓട്ടോ ഡ്രൈവർ കൂടിയായ പാമ്പാവാലി തുലാപ്പള്ളി വട്ടപ്പാറ പുളിയൻകുന്ന് മലയിൽ കുടിലിൽ ബിജു മാത്യുവാണ് മരിച്ചത്. 52 വയസ്സാണ്. റാന്നി താലൂക്കിലെ പെരുന്നാട് പഞ്ചായത്തിൽ വരുന്ന തുലാപ്പള്ളിയിൽ തിങ്കളാഴ്ച പുലർച്ചെ 1:30-ക്കാണ് സംഭവം. വീടിൻ്റെ മുറ്റത്ത് വാഴ കുത്തിമറിക്കുന്ന ശബ്ദം കേട്ട് ഭാര്യയ്ക്കൊപ്പം ഇറങ്ങിച്ചെന്നതാണ് ബിജു.
വീടിന് 50 മീറ്റർ അകലെ നിന്ന ആന ഇരുവരെയും ആക്രമിക്കാൻ വന്നു. 2 പേരും ഓടിമാറി. പിന്നീട് ബിജു തനിയെ ആനയെ കണ്ട സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഭാര്യ ഡെയ്സി പറയുന്നത്. ആക്രമണത്തിന് ശേഷം ആന 2 പ്രാവശ്യം ചിഹ്നം വിളിച്ചിരുന്നതായും പറയുന്നു. ബിജു ലൈറ്റുമായി മുന്നോട്ട് നടന്ന് വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന പിന്നിലൂടെ എത്തിയാണ് ആക്രമിച്ചത്. ബിജുവിനെ തുമ്പിക്കൈയിലെടുത്ത് നിലത്തടിച്ചു. തലക്കും വയറിൻ്റെ ഭാഗത്തും സാരമായി പരിക്കേറ്റു. നിലത്തടിച്ച ശേഷം ചവിട്ടിയതായും സംശയിക്കുന്നു. വീട്ടിൽ നിന്ന് കുറച്ചു മാറി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭാര്യയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. വിവരമറിഞ്ഞ് പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ആൻ്റണി എം.പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. നാട്ടുകാർ കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാട്ടാന ആക്രമണത്തിന് പരിഹാരമില്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്രതിഷേധത്തിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ പലതവണ വാക്കേറ്റവും സംഘർഷാവസ്ഥയും ഉണ്ടായി. തടിച്ചുകൂടിയ നാട്ടുകാർ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാൻ പോലീസിന് ആദ്യം അനുവദിച്ചിരുന്നില്ല. ജില്ലാ കലക്ടർ എസ് പ്രേംകുമാർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയതോടെ പ്രതിഷേധം ശമിച്ചത്. കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. മന്ത്രി വീണ ജോർജ്, NDA സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി എന്നിവരും സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. മക്കൾ ജൻസൺ, ബിജോ. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റാന്നി മാർത്തോമ ആശുപത്രി മോർച്ചറിയിൽ. സംസ്കാരം ചൊവ്വാഴ്ച പകൽ 12-ന് നടക്കും. ഇന്നാണ്. വ്യോമാക്രമണം ഓഫീസ് സമുച്ചയം തകർത്തു. സിറിയയിലെ ഇറാൻ എംബസി ഇസ്രായേൽ തകർത്തു എന്ന വാർത്ത മനോരമ കാര്യമായി നൽകിയിട്ടുണ്ട്. സീനിയർ കമാൻഡർ അടക്കം 5 പേർ കൊല്ലപ്പെട്ടു. ജെറൂസലം. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കമാൻഡർ അടക്കം ഒട്ടേറെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം തകർന്നടിഞ്ഞു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ സീനിയർ കമാൻഡർ മുഹമ്മദ് റസ സഹേദി അടക്കം 5 പേർ കൊല്ലപ്പെട്ടതായി അംബാസഡർ ഹുസൈൻ അക്ബരി പറഞ്ഞു. ഡമസ്കസിലെ മെസ ജില്ലയിലാണ് ഇറാൻ എംബസി. ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയായാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. സഹേദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കരുതുന്നതായി ഇറാൻ പ്രതികരിച്ചു. ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുമ്പും ആക്രമണം നടത്തിയിരുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രായേൽ ശ്രമമെന്ന് വിലയിരുത്തലുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഗാസയിലെ ഷിഫ ആശുപത്രി സമുച്ചയം നാശകൂമ്പാരമാക്കി ഇസ്രായേൽ 2 ആഴ്ചത്തെ സൈനിക നടപടി അവസാനിപ്പിച്ച് പിൻവാങ്ങി. സൈനിക നടപടി ലക്ഷ്യം കണ്ടെന്നും പ്രധാന നേതാക്കൾ ഉൾപ്പെടെ 200 ഹമാസ് പ്രവർത്തകരെ വധിക്കുകയും 900 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഹമാസ് ബന്ദികളാക്കിയവരിൽ 100-ലേറെ പേരെ ഇനിയും മോചിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയും ഇസ്രായേലിൽ 10,000 തെരുവിലിറങ്ങി. കേരളത്തിൽ നാഫെഡ് കൊപ്ര സംഭരണം തുടങ്ങിയില്ല എന്നൊരു വാർത്തയും മനോരമയിലുണ്ട്. കാരണം കർഷകരുടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാൻ വൈകുന്നത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നുമായിട്ടാണ് റിപ്പോർട്ട്. നാഫെഡിൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ കൊപ്ര സംഭരണം തുടങ്ങാൻ അനുമതി ലഭിച്ചതെങ്കിലും ഇന്നലെ കേരളത്തിൽ ഒരിടത്തും നാഫെഡ് കൊപ്ര സംഭരിച്ചിട്ടില്ല. കർഷകരുടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാൻ വൈകുന്നതാണ് കാരണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ കർഷകർ കൊപ്രയ്ക്ക് പകരം പച്ചത്തേങ്ങയാണ് ഏജൻസികൾക്ക് നൽകുന്നത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, മാർക്കറ്റ് ഫെഡ്, സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്നീ ഏജൻസികൾ ഡ്രയർ സൗകര്യമുള്ള മറ്റ് ഏജൻസികൾ വഴി കൊപ്രയാക്കിയ ശേഷമാണ് നാഫെഡിന് കൈമാറുന്നത്. തേങ്ങ നൽകാൻ കർഷകർ ആദ്യം നാഫെഡിൻ്റെ സമൃദ്ധി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കർഷകരും വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഭൂനികുതി രസീതി, കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇതിന് ദിവസങ്ങൾ വേണ്ടിവരും. സംഭരണം സംബന്ധിച്ച തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് 8-ന് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ജൂലൈ 7-ന് അവിടെ ഈ വാർത്ത അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസവും കണ്ടിരുന്നു മലയാള മനോരമയുടെ പുതിയ ലേഔട്ടും പുതിയ രീതിയിലുള്ള വാർത്താവിന്യാസവും ഒക്കെ തുടങ്ങിയതിന് ശേഷം വാർത്തകളിങ്ങനെ അർദ്ധോക്തിയിൽ നിന്നു പോകുന്നുണ്ട്. വരികളുടെ എണ്ണം കൃത്യമായാൽ വാർത്ത അവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ വാർത്ത കഴിഞ്ഞ വർഷവും ജൂലൈ 7-ന് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തുണ്ടായോ എന്തോ, അതെന്തോ ആവട്ടെ. തോഷഖാന കേസിൽ ഇമ്രാൻ്റെ ശിക്ഷ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത ഇസ്ലാമാബാദിലുണ്ട്. മലയാള മനോരമ ഇപ്പോൾ ഇൻ്റർനാഷണൽ വാർത്തകൾ, അതായത് വിദേശ വാർത്തകൾ
മറ്റേതെങ്കിലും പേജിലോ മറ്റേതെങ്കിലും കോളത്തിലോ കൊടുക്കുകയല്ല, പൊതുവാർത്തകളുടെ കൂട്ടത്തിൽ തന്നെ വിദേശ വാർത്തകൾ വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. അക്കൂട്ടത്തിലാണ് ഇതുമുള്ളത്. തോഷഖാന കേസിൽ ഇമ്രാൻ്റെ ശിക്ഷ സസ്പെൻഡ് ചെയ്തു. ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷറ ബീബിക്കുമെതിരെ തോഷഖാന അഴിമതി കേസിൽ കീഴ്ക്കോടതി വിധിച്ച 14 വർഷത്തെ ശിക്ഷ ഇസ്ലാമാബാദ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു. വിധിക്കെതിരെ ഇമ്രാൻ നൽകിയ അപ്പീലിൽ ഈദ് പെരുന്നാളിന് ശേഷം കോടതി വാദം കേൾക്കും. മറ്റ് കേസുകളിൽ കൂടി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇമ്രാൻ പക്ഷേ ഉടനെങ്ങും മോചനം ലഭിക്കില്ല. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വിദേശ രാജ്യങ്ങൾ ഔദ്യോഗിക സന്ദർശനത്തിനിടെ ലഭിച്ച ഉപഹാരങ്ങൾ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടാണ് തോഷഖാന കേസ്. ഇതിനിടയിൽ കർണാടക ശുദ്ധജലക്ഷാമം മുതലെടുക്കരുത് എന്ന് മന്ത്രി രാജീവിനോട് പറഞ്ഞിട്ടുണ്ട്. IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച നടപടിയിലാണ് കർണാടകയ്ക്ക് എതിർപ്പ്. മനോരമയിൽ നിന്നാണ് ആ വാർത്ത. ബംഗളൂരു. കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന ബംഗളൂരുവിൽ നിന്ന് IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ നടപടിയെ കർണാടക രൂക്ഷമായി വിമർശിച്ചു. മന്ത്രിയുടെ നടപടി ഫെഡറൽ സംവിധാനത്തിന് നിരക്കുന്നതല്ലെന്നും ആരോഗ്യകരമായ മത്സര മനോഭാവമല്ലെന്നും കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീൽ പറഞ്ഞു. ഒട്ടേറെ മലയാളികൾ ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്ന കാര്യം മറക്കരുത്. കേരളത്തിന് നിക്ഷേപം സമാഹരിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. എന്നാൽ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകരുതെന്ന് മന്ത്രി പാട്ടീൽ ഓർമ്മിപ്പിച്ചു. ബംഗളൂരുവിലെ IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച് കത്തെഴുതിയതായി മന്ത്രി രാജീവ് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ 44 നദികളുണ്ടെന്നും ശുദ്ധജലം പ്രശ്നമല്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അന്വേഷണം 10 മടങ്ങായിട്ടുണ്ട്. ഇതിനിടയിൽ വിവാദത്തിനിടെ കേരളത്തിലെ IT കെട്ടിടങ്ങളിൽ സ്ഥലം ലഭ്യമാണോ എന്ന് ചോദിച്ച് പുറത്തുനിന്നുള്ള അന്വേഷണങ്ങൾ 10 മടങ്ങായി. അന്വേഷണത്തിൽ 300% വർധനയുണ്ടെന്ന് സ്വകാര്യ IT പാർക്ക് ഉടമകൾ പറയുന്നു. എന്നാൽ കൊച്ചി ഇൻഫോ പാർക്കിൽ സ്ഥലവുമില്ല, IT വകുപ്പിൻ്റെ കെട്ടിടവുമില്ല എന്ന സ്ഥിതിയാണ്. സ്വകാര്യ കെട്ടിടമായ ലുലു സൈബർ ടവർ 2 ഇനി 6000 ചതുരശ്ര അടി ബാക്കിയുണ്ട്. അതേസമയം കൊച്ചി ഇൻഫോ പാർക്കിൽ ജലദൗർബല്യം നേരിടാൻ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം. അതങ്ങനെ ഒരു കഥ. റാഞ്ചിയിൽ വാഹനാപകടത്തിൽ മലയാളി കന്യാസ്ത്രീ മരിച്ചു. മാതൃഭൂമിയിൽ നിന്നാണ് ഈ വാർത്ത. കോഴിക്കോട് ചേവായൂർ പ്രസൻറ്റേഷൻ സഭാംഗം സിസ്റ്റർ സിജി മാത്യു മണ്ഡപത്തിൽ 51 വയസ്സാണ് വാഹനാപകടത്തിൽ മരിച്ചു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഞായറാഴ്ച ഉണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. CBCIയുടെ കീഴിൽ റാഞ്ചിയിലെ കോൺസ്റ്റൻ്റ് ലിവിനസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ നഴ്സായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു സിസ്റ്റർ സിജി. കണ്ണൂർ പൈസക്കിരി മണ്ഡപത്തിൽ പരേതനായ മാത്യു മേരി ദമ്പതിമാരുടെ മക്കളാണ്. സഹോദരങ്ങൾ ലിസി ജോൺ, ജോസ് മാത്യു, ബിനി മാത്യു. മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രസൻറ്റേഷൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാര ശുശ്രൂഷകൾ വൈകിട്ട് 5-ന്. സുഗന്ധഗിരിയിൽ വൻ മരമുറിയാണ് നടന്നതെന്നും വൻ ക്രമക്കേടാണെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൽപ്പറ്റ. വയനാട് സുഗന്ധഗിരിയിൽ നടന്നത് വലിയ രീതിയിലുള്ള അനധികൃത മരമുറി. വീടുകൾക്ക് മുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന 20 മരങ്ങൾ മുറിക്കാനാണ് അനുമതി നൽകിയതെങ്കിലും അതിൻ്റെ മറവിൽ 102 എണ്ണമാണ് മുറിച്ചു കടത്തിയതെന്ന് നിലവിൽ വ്യക്തമായിരിക്കുന്നത്. ആദ്യം 50 മരങ്ങൾ മുറിച്ചെന്നാണ് വനം വകുപ്പ് പറഞ്ഞിരുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് കൂടുതൽ മരങ്ങൾ മുറിച്ചതായി കണ്ടെത്തിയത്. പരിശോധന തുടരുകയാണ്. അതിനാൽ ഇനിയും എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പടുമരങ്ങളാണെങ്കിലും മുറിച്ച് കടത്തിയവയിൽ 572 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ളവ വരെയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തത്തിലുള്ള വില കണക്കാക്കിയിട്ടില്ലെങ്കിലും ലക്ഷങ്ങൾ വരുമെന്നാണ് അനുമാനം. 102 മരങ്ങളിൽ പകുതിയിലധികം ഇനിയും കണ്ടെത്താനുണ്ട്. കോളനിയിലെ താമസക്കാരായ വനം വകുപ്പ് വാച്ചറുടെ വീട്ടിലെ 2 മരങ്ങളാണ് ആദ്യം മുറിച്ചത്. പിന്നീട് ബാക്കിയുള്ളവയും മുറിക്കാൻ വാച്ചർ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മറ്റുള്ളവരോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും വയനാട്ടിൽ നിന്നുമുള്ള മരക്കച്ചവടക്കാർ ഈ അവസരം മുതലെടുത്തു. അങ്ങനെ വ്യാപക രീതിയിലുള്ള മരമുറിയാണ് നടന്നത്. വനം വകുപ്പ് കുറേ കാലമായി പട്രോളിംഗ് നടക്കാത്തത് കൊണ്ടാണ് വിവരം അറിയാതെ പോയത്. അത് കച്ചവടക്കാർക്ക് കൊള്ള നടത്താൻ സൗകര്യമായി. കൃത്യസമയത്ത് പട്രോളിംഗ് നടത്തിയിരുന്നെങ്കിൽ മരമുറി തടയാമായിരുന്നു. 8 മാസമെങ്കിലുമായി മരമുറി തുടങ്ങിയിട്ട് എന്നാണ് വിവരം. വനം വാച്ചർ തന്നെ കൂട്ടുനിന്നതുകൊണ്ട് വിവരം പുറത്തറിഞ്ഞില്ല. നാട്ടുകാരാണ് ആദ്യം വനം വകുപ്പിന് പരാതി നൽകിയത്. അന്ന് ചുമതലയുള്ള ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസറെ വിട്ട് അന്വേഷിപ്പിച്ചെങ്കിലും അദ്ദേഹവും സംഭവം മൂടിവെച്ചു. ഇതിനിടെ മുറിച്ച മരങ്ങൾ കച്ചവടക്കാർ കടത്തി. രണ്ടാമതും പരാതി ലഭിച്ചതോടെയാണ് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ എത്തി പരിശോധിക്കുന്നത്, മരങ്ങൾ പിടിച്ചെടുക്കുന്നതും. ആദ്യ പരാതി ലഭിച്ചപ്പോൾ തന്നെ 99% മരങ്ങളും മുറിച്ചിരുന്നു. 1986 കാർഡമം പദ്ധതിയുടെ ഭാഗമായി
ആദിവാസികൾക്ക് പതിച്ചുകൊടുത്ത സുഗന്ധഗിരിയിലെ 3000 ഏക്കർ സ്ഥലത്താണ് മരമുറി നടന്നത്. പതിച്ചുകൊടുത്തതിനാൽ സ്വകാര്യ ഭൂമിയുടെ സ്റ്റാറ്റസ് നിലവിലുണ്ടെങ്കിലും വനം സ്വകാര്യ ഭൂമിയായി മാറി വിജ്ഞാപനം ഇറക്കിയിരുന്നില്ല. അതുകൊണ്ട് മരങ്ങൾ വനം വകുപ്പിൽ നിക്ഷിപ്തമാണ്. അതിനാൽ വീടിന് ഭീഷണിയാണെങ്കിൽ പോലും മുറിക്കാൻ വനം വകുപ്പിൻ്റെ അനുമതി വേണം. ചെതലയം റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദിൻ്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീഷണിയില്ലാത്ത മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച വയനാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. ചൊവ്വാഴ്ച എന്നാൽ ഇന്നാണ്. വന്യജീവി ആക്രമണങ്ങൾ അങ്ങനെ തുടരുന്നതിനിടയിൽ അബ്രഹാമിൻ്റെ മക്കൾ ജോലിയിൽ പ്രവേശിച്ചു എന്നൊരു വാർത്ത മാതൃഭൂമിയിലുണ്ട്. കൂരാച്ചുണ്ട്. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കക്കയം പാലാട്ടിയിൽ അബ്രഹാമിൻ്റെ മക്കളായ ജോബിഷ്, ജോമോൻ എന്നിവർ ജോലിയിൽ പ്രവേശിച്ചു. വനം വകുപ്പിൻ്റെ കക്കയം ഫോറസ്റ്റ് സെക്ഷനിൽ താൽക്കാലിക വാച്ചർമാരായാണ് നിയമനം. മാർച്ച് 5 കൃഷിയിടത്തിൽ വെച്ചാണ് അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കക്കയത്ത് അബ്രഹാമിൻ്റെ വീട് സന്ദർശിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ കുടുംബത്തിന് സമ്മതമാണെങ്കിൽ 2 ആൺമക്കൾക്കും ഏപ്രിൽ 1 മുതൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാമെന്ന് അറിയിച്ചിരുന്നു. ഒരാൾക്കെങ്കിലും സ്ഥിരം ജോലി നൽകണമെന്ന് കുടുംബവും കർഷക സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അംഗീകരിച്ചില്ല. നേരത്തെ കുടുംബത്തിന് ആശ്വാസ സഹായധനമായി 10 ലക്ഷം രൂപയും കൈമാറിയിരുന്നു. സമരത്തിനിടെ കർഷകൻ്റെ മരണം. ന്യായമായ അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. ദീപികയിൽ നിന്നാണ് ഈ വാർത്ത. ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്യാനുള്ള ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ന്യൂഡൽഹി. കർഷക സമരത്തിൽ ഹരിയാന പോലീസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട കർഷകൻ ശുഭ്കർ സിംഗിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണത്തിന് നേരത്തെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹരിയാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് വിസമ്മതിച്ച കോടതി ഈ മാസം 19 കേസ് മാറ്റി. സംഭവത്തിൽ കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജനുവരി 21 ശുഭ്കരൻ കർഷക സമരത്തിനിടെ വെടിയേറ്റ് മരിച്ചത്. ഹരിയാന പോലീസിൻ്റെ വെടിയേറ്റാണ് ശുഭ്കർ കൊല്ലപ്പെട്ടത് എന്നാരോപിച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ജയശ്രീ താക്കൂർ, പഞ്ചാബ് ADGP പ്രമോദ് ബാൻ, ഹരിയാന ADGP അമിതാഭ് സിംഗ് ധില്ലൻ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. 10 കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. അതിനുശേഷം ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആർമി ടവറുകളിലെ താമസക്കാരെ ഒഴിപ്പിച്ച് പുനരുദ്ധരിക്കാൻ ഉത്തരവ്. കൊച്ചിയിലെയാണ് കുപ്രസിദ്ധമായ ആർമി ടവറുകൾ, ചന്ദേർകുഞ്ച് ആർമി ടവറുകൾ. വൈറ്റില സിൽവർലാൻഡ് ഐലൻഡിലെ അപകടാവസ്ഥയിലായ ചന്ദേർകുഞ്ച് ആർമി ടവറുകളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കാനും ടവറുകൾ പുനരുദ്ധരിക്കാനും ജില്ലാ കലക്ടർ NSK ഉമേഷ് ഉത്തരവിട്ടു. ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച് 2018 കൈമാറിയ 29 നിലകൾ വീതമുള്ള BC ടവറുകളിലെ 208 ഫ്ലാറ്റുകളിലെ താമസക്കാരെയാണ് ഒഴിപ്പിക്കേണ്ടത്. AWHOയുടെ മേൽനോട്ടത്തിൽ വേണം ഒഴിപ്പിക്കൽ. ഇവർക്ക് താമസ സൗകര്യവും ഒരുക്കണം. അതിൻ്റെ ചെലവ് AWHOയുടെ ഉത്തരവാദിത്തമാണ്. AWHO എന്നാൽ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ. അതിൻ്റെ ചെലവൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ്. C ടവറിലെ താമസക്കാരനായ കേണൽ GB ജോർജിൻ്റെ പരാതിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഉത്തരവ്. അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നും കെട്ടിടത്തിന് പുനരുദ്ധാരണം ആവശ്യമാണെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. PWD ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസ്സിമോൾ ജോഷുവ, ഡിസൈൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VM അസീന, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BR ഓം പ്രകാശ്, GDDA അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ Y ഡേവിഡ് എന്നിവരടങ്ങിയതായിരുന്നു സമിതി. ഹമാസിൻ്റെ വേഷവും പതാകയുമായി കായംകുളത്ത് പ്രകടനം നടന്നു എന്നൊരു വാർത്ത മംഗളത്തിലുണ്ട്. കായംകുളം. ഹമാസിൻ്റെ വേഷവിധാനങ്ങളും പതാകയും വഹിച്ച് കായംകുളത്ത് പ്രകടനം. കഴിഞ്ഞ ദിവസം MSM കോളേജിന് സമീപമാണ് ദേശീയപാതയിലൂടെ പ്രകടനം നടത്തിയത്. പോലീസിൻ്റെ അനുമതിയില്ലാതെയാണ് ഒരു വിഭാഗം പ്രകടനം സംഘടിപ്പിച്ചത്. ഹമാസിൻ്റെ പതാക ഉയർത്തി മുഖം വസ്ത്രമുപയോഗിച്ച് മറച്ച് പ്രതീകാത്മക തോക്കുകളേന്തിയായിരുന്നു പ്രകടനം. പലസ്തീനെ അനുകൂലിച്ച് ഒരു വിഭാഗം നടത്തിയതാണ് പ്രകടനമെന്നാണ് പറയുന്നത്. ഹമാസിൻ്റെ രീതിയിൽ പരസ്യമായി നടന്ന പ്രകടനം പോലീസിലും ചർച്ചയായിട്ടുണ്ട്.
സംഭവത്തിൽ പോലീസ് നടപടിക്ക് തയ്യാറായിട്ടില്ലെങ്കിലും കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികളാണ് പ്രകടനം നടത്തിയതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രകടനത്തിൻ്റെ വീഡിയോ ഉൾപ്പെടെയുള്ളവ നൽകി വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതോടെയാണ് വിഷയം പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഹമാസിൻ്റെ പതാകയും വേഷവും ധരിച്ച് കായംകുളത്ത് നടന്ന പ്രകടനം എന്ന പേരിൽ അവ്യക്തമായൊരു ചിത്രം, വീഡിയോയിൽ നിന്നുള്ള ചിത്രം എന്ന കുറിപ്പടക്കം മംഗളം ഈ വാർത്തയോടുകൂടി ചേർത്തിട്ടുണ്ട്. ഇതിനിടെ മലയാളി വിദ്യാർത്ഥി ഫിലിപ്പീൻസിൽ കുടുങ്ങി എന്നൊരു വാർത്തയും മംഗളത്തിലുണ്ട്. ചേർത്തല വെറ്ററിനറി മെഡിസിൻ കോഴ്സ് പഠിക്കാൻ ഫിലിപ്പീൻസിൽ പോയ മലയാളി വിദ്യാർത്ഥി കുടുങ്ങി. വീട്ടുകാർ ആശങ്കയിൽ. ചേർത്തല അർത്തുങ്കൽ കുരിശിങ്കൽ അലോഷ്യസ് വിൽസൻ്റെ മകൻ സാവിയോ അലോഷ്യസാണ് 31 വയസ്സാണ്. ഫിലിപ്പീൻസിലെ സാൻ കാർലോസിൽ ദുരിത ജീവിതം നയിക്കുന്നത്. വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ നിയമ നടപടികൾക്കും സാധ്യതയുണ്ട്. വീട്ടിൽ നിന്നും മലയാളികൾ വഴി എത്തിക്കുന്ന തുക ഉപയോഗിച്ചാണ് ജീവിതം തള്ളി നോക്കുന്നത്. 2016 കാർലോസിലെ വിർജൻ മിലാഗ്രാസു സർവകലാശാലയിൽ കോഴ്സിന് ചേർന്നത്. 4 വർഷത്തെ പഠനത്തിന് 15 ലക്ഷമാണ് ചെലവ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴും കോഴ്സ് പൂർത്തിയായിട്ടില്ല. ഇതിനകം 37 ലക്ഷത്തോളം ചെലവായതായും 10 ലക്ഷം അടിയന്തരമായി നൽകണമെന്ന് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്നും പിതാവ് അലോഷ്യസ് വിൽസൺ പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റിൽ വിസ കാലാവധി കഴിഞ്ഞതിനാൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. പലയിടങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ കോഴ്സ് നീണ്ടതടക്കം പ്രതിസന്ധിക്ക് കാരണമായെന്ന് വീട്ടുകാർ പറഞ്ഞു. പഠനത്തിനൊപ്പം ജോലി എന്ന സാധ്യതയിലാണ് കോഴ്സിന് ചേർന്നത്. മെഡിസിൻ മേഖലയിൽ ഫിലിപ്പീൻസിൽ താൽക്കാലിക ജോലി അനുവദനീയമല്ലെന്നും തിരിച്ചടിയായി. നിയമ നടപടികളിലേക്ക് കടന്നാൽ വർഷത്തെ പഠന സർട്ടിഫിക്കറ്റും 6 മാസത്തെ പരിശീലന സർട്ടിഫിക്കറ്റും അടക്കം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. 10 ലക്ഷം കൂടി നൽകിയാൽ പരിഹാരമുണ്ടാകുമെന്നാണ് സർവകലാശാല അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മകൻ്റെ പഠനത്തിനായി കിടപ്പാടം പണപ്പെടുത്തിയ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം തേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സുപ്രഭാതത്തിൽ നിന്നുള്ള ഒരു വാർത്ത കൂടി വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കമ്പനികൾ ഉപകരണ വിതരണം നിർത്തി ഹൃദയ ശസ്ത്രക്രിയകൾ താളം തെറ്റും. തിരുവനന്തപുരത്തു നിന്നാണ് സുപ്രഭാതം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ താളം തെറ്റും. ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണ കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ലഭിക്കാതായതോടെ ഇന്നലെ മുതൽ അവർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തി. ഇതോടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 19 സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ കാത്തു കഴിയുന്നവർ ദുരിതത്തിലായി. ഇന്നലെ മുതൽ വിതരണം നിർത്തുമെന്ന് 1 മാസം മുമ്പ് കമ്പനികൾ നോട്ടീസ് നൽകിയിരുന്നു. സർക്കാരോ ആരോഗ്യവകുപ്പോ ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല. 135 കോടിയാണ് കമ്പനികൾക്ക് നൽകാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 49 കോടി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് 23 കോടി, കോട്ടയം മെഡിക്കൽ കോളേജ് 17 കോടി എന്നിങ്ങനെയാണ് കുടിശ്ശികയുടെ കണക്ക്. രോഗികൾക്ക് നൽകാനുള്ള അത്യാവശ്യ മരുന്നുകളില്ലാതെ മെഡിക്കൽ കോളേജുകൾ വലയുകയാണ്. മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് മിക്ക സർക്കാർ ആശുപത്രികളും എന്നാണ് വാർത്ത. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.